Hello students, today we are going to prove that the set Q of all rational numbers is denumerable. Our proof is for Q എന്താണെന്നുള്ളത് common notation ആണ്. അതുകൊണ്ട് ഞാൻ Q എന്ന് എഴുതുന്നുള്ളൂ. Set Q of all rational numbers എന്ന് ചിലപ്പം തരാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. Q is denumerable. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. What is Q? Q is a collection of all rational numbers. അപ്പോൾ അവിടെ പോസിറ്റീവ് റാഷണൽസ് ഉണ്ട്. പോസിറ്റീവ് റാഷണൽസിനെ പോസിറ്റീവ് എന്ന അർത്ഥത്തിൽ ഞാൻ Q പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യാം. നെഗറ്റീവ് റാഷണൽസ് ഉണ്ട്. -1/2, -3/5 എക്സെട്ര. Q മൈനസ് ഡിനോട്ട് ചെയ്യാം. ദെൻ ഇതുകൂടാതെ ഒരു 0യും കൂടെ നമുക്ക് വേർതിരിച്ച് എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് Q എന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് യു കൺസിഡർ Q പ്ലസ്. Q പ്ലസ് മാത്രം എടുക്കുക. Q പ്ലസ് ഇസ് 0 ഇല്ല, കളക്ഷൻ ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽസ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് റാഷണൽസിനെ ഇങ്ങനെ എഴുതാം. 1/1, 1/2, 1 ന്യൂമറേറ്റർ വരുന്നില്ല, 1/3, 1/4 എക്സെട്ര. അങ്ങനെ 1 ന്യൂമറേറ്റർ വരുന്നെല്ലാം എഴുതാം. ദെൻ ഇത് ഒരിക്കലും തീരുന്നില്ല, ഈ ലിസ്റ്റിംഗ് നമുക്കറിയാം. ദെൻ 2 ന്യൂമറേറ്റർ വരുന്നതെല്ലാം നമുക്ക് ഇങ്ങനെ എഴുതാം. 2/1, 2/2, then 2/3, 2/4, etc. Another category. Then 3 numerator വരുന്നത് 3/1, 3/2, 3/3, then 3/4, etc. 4 numerator വരുന്നത് 4/1, 4/2, 4/3, 4/4, etc. ഇത് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നി കാണും. നമ്മളിതിനു മുമ്പ് പ്രൂവ് ചെയ്ത എൻഗ്രോസ് ഡിന്യൂമറബിൾ ആണ് എന്നുള്ള തിയറുമായിട്ട് ഇതിനൊരു സാമ്യം നിങ്ങൾക്ക് തോന്നിക്കാണും. അപ്പോൾ ഈ എന്യൂമറേഷൻ പ്രൊസീജിയർ ഇങ്ങനെ എഴുതിയാൽ തീരുന്നൊന്നുമില്ല. ഇനി 5 ന്യൂമറേറ്റർ ആയിട്ടുള്ള റാഷണൽസ് നമുക്ക് എഴുതാനുണ്ട്. 6 ന്യൂമറേറ്റർ ആയിട്ട്, 7 ന്യൂമറേറ്റർ ആയിട്ട് അങ്ങനെ വരുന്ന റാഷണൽസ് എല്ലാം നമുക്ക് എഴുതാനുണ്ട്. പക്ഷെ ഈ ലിസ്റ്റിങ്ങിൽ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ചതുപോലെ തന്നെ ഡയഗണൽ പ്രൊസീജിയർ വർക്ക് ചെയ്യും. Thus we consider the fractions whose sum of numerator and denominator equal to 2. ഈ ലൈൻ sum of numerator and denominator equal to 3. Sum of numerator and denominator equal to 4 in the third diagonal. Sum of numerator and denominator equal to 5 in the fourth diagonal. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ ഈ ലിസ്റ്റിങ്ങിൽ മറ്റേത് ഓർഡേർഡ് പെയേഴ്സ് ആയിരുന്നു. ഈ ലിസ്റ്റിങ്ങിൽ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്ത് കാണും. ഇതിൽ 1/1, 2/2, 3/3, 4/4 ഒക്കെ ഈക്വൽ ആണ്. They represent the same value 1. And if you notice, you can see another, sorry for the disturbance. So if you notice, you can see another pair, another set of equal fractions വേറെ കാണുന്നുണ്ടോ? ഇപ്പോൾ 1/1 ഒക്കെ പറഞ്ഞതുപോലെ തന്നെ. വാട്ട് അബൌട്ട് 1/2 ആൻഡ് 2/4 ഈക്വൽ? അതുപോലെ തന്നെ 3/6 ഇവിടെ ഒരിടത്തുണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സെറ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എല്ലാ ഫ്രാക്ഷൻസും കിട്ടും. പക്ഷെ ഇതിൽ റെപ്പറ്റീഷൻ വരുന്നു. ദാറ്റ് മീൻസ് ഇതിന് അസോസിയേറ്റഡ് ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഈസ് നോട്ട് 1 അല്ല എന്നാണ്. 1 എന്ന് പറയുന്ന ഓർഡേർഡ് വയറിനെ മാപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഴുതിയ ഡയഗണൽ മാപ്പിംഗ് എന്ന് പറയുന്നത് n ക്രോസ് എന്നിൽ നിന്ന്, അല്ലെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n ക്രോസ് എന്നിൽ നിന്ന് എവിടേക്കാണ് നമ്മൾ പറഞ്ഞ Q പ്ലസിലേക്കാണ് ഒരു മാപ്പിംഗ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ആ മാപ്പിങ്ങിനെ ഞാൻ G എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. വാട്ട് വിൽ ബി ദ മാപ്പിംഗ്? G of mn ഈക്വൽ ടു n ക്രോസ് എന്നിലെ ഒരു പോയിന്റ് എടുത്താൽ G of mn ഈക്വൽ ടു m/n എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് ആണ് ശരിക്കും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. G of mn ഈക്വൽ ടു m/n എന്നുള്ള മാപ്പിംഗ് ആണ് ഈ റെപ്രസെന്റേഷനിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ മാപ്പിങ്ങിൽ 1/1ന്റെയും 2/2ന്റെയും 3/3യുടെയും 4/4ന്റെയും ഒക്കെ ഇമേജസ്
1 തന്നെയാണ്. അതേപോലെ 1,2, 2,4, 3,6 ഇതിൻ്റെയൊക്കെ ഇമേജസ് 1/2 തന്നെയാണെന്ന് പറയാം. 1/2 ഈക്വൽ ടു 2/4 ഈക്വൽ ടു 3/6 ഈക്വൽ ടു എക്സെട്ര. അപ്പോൾ എല്ലാ ഓർഡേഡ് പെയേഴ്സിനും ഇമേജസിനെ അസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പല ഓർഡേഡ് പെയേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമേജസ് ആണ് അസൈൻ ചെയ്തത്. Therefore, the function is not 1, 1. ഇത് 1, 1 അല്ല. പക്ഷേ എല്ലാ ഫ്രാക്ഷൻസിനെയും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ റേഷ്യോസ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഏത് ഫ്രാക്ഷൻ എടുത്താലും ഇതുപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് എല്ലാ ഫ്രാക്ഷൻസും ഈ ഫോമിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ, ഇതിലെ മുഴുവൻ പെയേഴ്സും വരുന്നതാണ് എൻഗ്രോസൻ. അത് തന്നെ ഡിന്യൂമറബിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത്രയും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ചില റെപ്രസെന്റേഷൻസും കൂടി ഒഴിവായി പോവുകയാണ്. അപ്പോൾ അത് ഡിന്യൂമറബിൾ ആണ്. ഇത് മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഡിന്യൂമറബിൾ ആണെന്നുള്ളതാണ്, എൻഗ്രോസൻ ഡിന്യൂമറബിൾ ആണ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലെ മുഴുവനും ഇല്ല, ഇതിൽ കുറേ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ മറ്റതിലും കുറവാണ്. അങ്ങനെ അത് ഡിന്യൂമറബിൾ ആണ് എന്ന് ആർഗ്യൂ ചെയ്യാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ തിയറം പഠിച്ചത് 1, 1 അല്ലാത്ത ഫംഗ്ഷൻസ് ഉപയോഗിച്ചും ഡിന്യൂമറബിൾ കൺസെപ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആണ്. ഡിന്യൂമറബിൾ എന്നല്ല, കൗണ്ടബിൾ എന്ന് തന്നെയാണ് കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പറയുന്നത്. ഇഫ് there exists a surjection from n to s, then s will be countable എന്നാണ് കഴിഞ്ഞ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബൈജക്ഷൻ ആയിരുന്നു നമ്മളുടെ ഡെഫിനിഷൻ. ബൈജക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. സർജക്ഷൻ ആണെങ്കിൽ അത് കൗണ്ടബിൾ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഡയഗണൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് റഫായിട്ട് പറയാം. നമുക്കതിന്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. ഫോർമലായിട്ട് തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യും. വി ഡിഫൈൻ ദ ഫംഗ്ഷൻ, ഈ പറഞ്ഞ ഫംഗ്ഷൻ തന്നെ. വി ഡിഫൈൻ ദ ഫംഗ്ഷൻ g from engrosen to q plus by g of ordered pair m, n. m and n are natural numbers equal to m by n. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ this will be a surjection. 1 ആണ്, 1, 1 അല്ല എന്നുള്ളൂ. This will be a surjection. Then the function, consider the function f from, ഇത് നമ്മളുടെ നേരത്തെ തിയറം 5 ഉണ്ടായിരുന്ന ഫംഗ്ഷൻ ആണ്. f from n to engrosen. engrosen ഡിന്യൂമറബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ബൈജക്ഷൻ എന്നിൽ എസ് ഡിന്യൂമറബിൾ ആണെന്ന് പറഞ്ഞാൽ n to s ഒരു ബൈജക്ഷൻ ഉണ്ട്. എൻഗ്രോസൻ ഡിന്യൂമറബിൾ ആണ് എന്നുള്ള തിയറം 5 ഉപയോഗിച്ച് f from n to engrosen ഈസ് എ ബൈജക്ഷൻ എന്ന് തിയറം 5 തിയറി ഉപയോഗിച്ച് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. പിന്നെ ഈ ഫംഗ്ഷൻസിനെ രണ്ടിനെയും നിങ്ങൾ പരിഗണിക്കാം. ഈ രണ്ട് ഫംഗ്ഷൻസ് എടുത്താൽ നമുക്ക് ക്യൂ ഡിന്യൂമറബിൾ ആണ് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, ക്യൂ പ്ലസ് ഡിന്യൂമറബിൾ ആണെന്നുള്ള പാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ക്യൂ പ്ലസിൽ നിന്ന് ആക്ച്വലി വേണ്ടത് എന്നിൽ നിന്ന് ക്യൂ പ്ലസിലേക്ക്, n to ക്യൂ പ്ലസ് ഒരു ബൈജക്ഷൻ ആയിരുന്നു നമ്മളുടെ ഡെഫിനിഷൻ ഓഫ് ഡിന്യൂമറബിൾ സെറ്റ്സ് ഉപയോഗിച്ച് വേണ്ടിയിരുന്നത്. n to ക്യൂ പ്ലസ്. അപ്പോൾ ഈ കണക്ഷനൊക്കെ വെച്ച് നമ്മൾ എൻഗ്രോസനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബൈജക്ഷന് പകരം ഒരു സർജക്ഷൻ ഉണ്ടെങ്കിലും അത് ഡിന്യൂമറബിൾ ആകുമെന്ന് കഴിഞ്ഞ തിയറം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു ബൈജക്ഷനെ പറ്റി നിർബന്ധം പിടിക്കുന്നില്ല, ഒരു സർജക്ഷൻ കിട്ടുമോ എന്ന് നോക്കുകയാണ്. യു കൺസിഡർ ദ ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ്. നമുക്ക് എവിടെ നിന്നാണ് വേണ്ടത്? എന്നിൽ നിന്ന് ക്യൂ പ്ലസിലേക്കാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ പരിഗണിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ എഫിന്റെ ഡൊമൈൻ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ജിയുടെ കോഡൊമൈൻ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ, എഫിന്റെ ഡൊമൈൻ ആയിരിക്കും ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ. ജിയുടെ കോഡൊമൈൻ ആയിരിക്കും ജി കോമ്പോസിഷൻ എഫിന്റെ കോഡൊമൈൻ. ജിയുടെ കോഡൊമൈൻ എന്ന ക്യൂ പ്ലസ്. ദിസ് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം n to q plus. We have g from engrosen to q plus and f from n to engrosen. Then g composition f is a function from n to q plus and g is a surjection, f is a bijection. അപ്പോൾ g composition f will be bijection എന്ന് പറയാൻ പറ്റത്തില്ല, ഒരെണ്ണം ബൈജക്ഷൻ അല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, this will be a surjection. This is a surjection. This is a surjection. And so by our last theorem, അതിനാണ് നമ്മൾ തിയറം 7 പഠിച്ചത് തന്നെ. By
theorem 7, if there exists a surjection from n to s, then s is countable. 3 statements are equivalent. n to s ഒരു സർജക്ഷനോ s to n ഒരു ഇൻജക്ഷനോ ഉണ്ടായാൽ മതി അത് കൗണ്ടബിൾ ആവാൻ. അതിനു വേണ്ടിയാണ് കൗണ്ടബിൾ അല്ല, യെസ് കൗണ്ടബിൾ, ദിസ് ഈസ് എ കൗണ്ടബിൾ സെറ്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇക്വലന്റ് കണ്ടീഷൻസ് പഠിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ സെറ്റ് ക്യൂ പ്ലസ് n to s, എസിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ക്യൂ പ്ലസ് ആണ്. ദർ ഈസ് എ സർജക്ഷൻ ബൈ തിയറം 7, തൊട്ട് മുമ്പിലത്തെ തിയറം. By theorem 7 we can say that q plus is actually countable എന്നാണ്, denumerable എന്ന് പറയും. q plus is denumerable. q plus is denumerable. അപ്പോൾ ഇതാണ് ഈ തിയറത്തിന്റെ പ്രൂഫ്. ഇതിനു വേണ്ടിയാണ് തിയറത്തിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ തിയറം 7 പഠിച്ചിരുന്നത്. ഇത് q plus denumerable എന്നായി. അപ്പോൾ q മൈനസ്, സിമിലർലി q പ്ലസിലുള്ള അത്രയും നെഗറ്റീവ്സ് ആണ് q മൈനസിലുള്ളത്. സിമിലർലി q മൈനസ് ഡിന്യൂമറബിൾ. പിന്നെ ഒരാളും കൂടെ ഉള്ളൂ, സിംഗിൾട്ടൺ 0, അതും ഡിന്യൂമറബിൾ ആയിരിക്കും. ബട്ട് യു നോ ദാറ്റ് ദ യൂണിയൻ ഓഫ് ഡിന്യൂമറബിൾ സെറ്റ്സ് ഈസ് ഡിന്യൂമറബിൾ. അപ്പോൾ q പ്ലസ് ഡിന്യൂമറബിൾ യൂണിയൻ q മൈനസ് ഡിന്യൂമറബിൾ യൂണിയൻ സിംഗിൾട്ടൺ 0 ഡിന്യൂമറബിൾ. then this is also denumerable by the theorem union of two denumerable sets. 2 എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടായിരുന്നു ഇൻഡക്ഷൻ ഉപയോഗിച്ച്. 3ലേക്കോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സിലേക്കോ നമുക്ക് ഡിന്യൂമറബിൾ ചെയ്യാം. യൂണിയൻ ഓഫ് ഡിന്യൂമറബിൾ സെറ്റ്സ് ഈസ് ഡിന്യൂമറബിൾ. 2 ഡിന്യൂമറബിൾ സെറ്റ്സിന്റെ യൂണിയൻ ഡിന്യൂമറബിൾ ആണെന്നുള്ള പ്രൂഫാണ് നമ്മൾ കൊടുത്തത്. അത് ഉപയോഗിച്ച് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഡിന്യൂമറബിൾ ആണ്, പിന്നെ ഒരാളും കൂടെ വന്നുള്ളൂ, സിംഗിൾട്ടൺ 0. അങ്ങനെ ആലോചിച്ചാലും അത് ഡിന്യൂമറബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് റഫായിട്ടൊരു പ്രൂഫ് പറയാവുന്നത്, എല്ലാ q പ്ലസ് എലമെന്റ്സിനെയും 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു ക്യൂവിനെ. പോസിറ്റീവ് റാഷണൽസിനെ എല്ലാം ഇതേപോലെ ഈ കാണുന്ന ഡയഗണൽ പ്രൊസീജിയറിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് n ക്രോസ് എന്നിനെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ n ക്രോസ് എന്നിലെ കുറേ പേരും കൂടെ ഒരുപോലെയായി. n ക്രോസ് n അല്ല, അതിനെ ഫ്രാക്ഷൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേര് ഒരുപോലെയായി. അപ്പോൾ n ക്രോസ് എന്നിലുള്ളതിനേക്കാളും കുറവ് എന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. n ക്രോസ് n തന്നെ ഡിന്യൂമറബിൾ ആണെന്ന് നമ്മൾ തിയറം 5 പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കുറവാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഡിന്യൂമറബിൾ ആണ് എന്നൊക്കെ ആർഗ്യൂ ചെയ്യാം. അതിൽ നല്ലത് n ക്രോസ് n ആയിട്ടുള്ള കണക്ഷൻ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. g ഫ്രം n ക്രോസ് n ടു q പ്ലസ് ബൈ g ഓഫ് m n ഈക്വൽ ടു m ബൈ n, വിച്ച് ഇസ് എ സർജക്ഷൻ. എല്ലാ റാഷണൽസിനെയും 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ റേഷ്യോ ആയിട്ട് എഴുതാം. അപ്പോൾ അത് സർജക്ഷനായി. 1 1 അല്ലായിരുന്നു, കുറേ റേഷ്യോസ് ഈക്വൽ ആയിട്ടുണ്ട്. n ക്രോസ് എന്നിലെ 2 പോയിന്റ്സ് എടുത്താൽ അതിന് 1 1 2 2, അതിന് ഒരേ ഇമേജ് വാല്യൂ ആണ്. 1 എന്നുള്ള വാല്യൂ ആണ് 2. അപ്പോൾ ഒരേ ഇമേജ് വാല്യൂ ആണ്. n ക്രോസ് എന്നിൽ നിന്ന് മാപ്പ് ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് n ക്രോസ് n, ദിസ് ഈസ് n ക്രോസ് n ആൻഡ് ദിസ് ഈസ് q പ്ലസ് n ക്രോസ് എന്നിലെ 1 1 എന്ന് പറയുന്ന ഫ്രാക്ഷനും 2 2 എന്ന് പറയുന്ന, ഇനിയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട്, 2 2 എന്ന് പറയുന്ന ഫ്രാക്ഷനും q പ്ലസിലെ റാഷണൽ 1 എന്ന് പറയുന്ന റാഷണലിലേക്കാണ് മാപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഇവിടുന്ന് 1 2 2 4 എടുക്കുമ്പം 1 2 1/2 2 4ഉം ആക്ച്വലി 1/2 ആണ്. അപ്പോൾ 1 2 2 4 എടുത്താൽ അതിനെ മാപ്പ് ചെയ്തത് 1/2 എന്ന് പറയുന്ന ഒരേ ഫ്രാക്ഷനിലേക്കാണ്. അപ്പോൾ അത് 2 ഡിഫറെന്റ് പോയിന്റ്സിന് ഒരേ ഇമേജ് കിട്ടി. അതുകൊണ്ട് അത് 1 1 അല്ല, പക്ഷെ അത് ഓണ്ടും ആയിരുന്നു. അതുപോലെ നമുക്ക് നേരത്തെ തിയറം 5 ഉപയോഗിച്ച് f ഫ്രം n ടു n ക്രോസ് n ബൈജക്ഷൻ ആണ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻസിന്റെയും കോമ്പോസിഷൻ നമുക്ക് ആവശ്യമുള്ളത് പോലെ എടുക്കണം. n ടു എസിലേക്ക് പറയുമ്പോഴാണ് എസിന്റെ ഡിന്യൂമറബിലിറ്റി പറയുക. അതുകൊണ്ട് n ടു q പ്ലസിലേക്ക് പറയുന്ന പോലെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. അത് f കോമ്പോസിഷൻ ജിയിൽ വർക്ക് ചെയ്യത്തില്ല. ജി കോമ്പോസിഷൻ f ആണെങ്കിൽ എഫിന്റെ ഡൊമൈന് അതിന്റെ ഡൊമൈൻ ആയിരിക്കും. n ടു ജിയുടെ കോഡൊമൈൻ q പ്ലസ് അതിന്റെ കോഡൊമൈൻ ആയിരിക്കും. n ടു q പ്ലസ് ഒരു സർജക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ സർജക്ഷൻ കിട്ടി. ദിസ് ഈസ് ഓൺലി എ സർജക്ഷൻ ബൈ ലാസ്റ്റ് തിയറം 7. സർജക്ഷൻ കിട്ടിയാലും അത് ഡിന്യൂമറബിൾ ആണെന്നാണ് ലാസ്റ്റ് തിയറത്തിൽ നമ്മൾ കൗണ്ടബിൾ ആണെന്നാണ്. കൗണ്ടബിൾ മീൻസ് ഡിന്യൂമറബിൾ. അങ്ങനെയാണ് ലാസ്റ്റ് തിയറം ഉപയോഗിച്ച് നമ്മളിത് പ്രൂവ് ചെയ്യും. q പ്ലസ് ഡിന്യൂമറബിൾ ആണെങ്കിൽ q മൈനസിൽ അത്രയും തന്നെ പോയിന്റ്സ്, അത് ഡിന്യൂമറബിൾ. പിന്നെ ഒരു സിംഗിൾട്ടൺ 0 ഉള്ളൂ, അത് ഡിന്യൂമറബിൾ. യൂണിയൻ ഓഫ് ഡിന്യൂമറബിൾ സെറ്റ്സ് 2 എടുത്തിട്ട് നമ്മൾ ഡിന്യൂമറബിൾ ആണെന്ന് പറഞ്ഞത്. അങ്ങനെ q പ്ലസ് യൂണിയൻ q മൈനസ് ഡിന്യൂമറബിൾ. പിന്നെ ഒരു 0യും കൂടെ ചേർന്നുള്ളൂ. ദിസ് ഈസ് ഓൾസോ ഡിന്യൂമറബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആക്ച്വലി തിയറി ഈ ഫംഗ്ഷൻ ഓണ്ടു ആണ്. ജി കോമ്പോസിഷൻ ഫ്രം n ടു q പ്ലസിന്റെ ഡിന്യൂമറബിലിറ്റി പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ തന്നെ q മൈനസിന്റെയും ചെയ്യാം എന്ന് സിമിലർ ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ്.
അപ്പോൾ യൂണിയൻ ഡിന്യൂമറബിൾ ആവുന്നു. താങ്ക് യു.